ആരോഗ്യരംഗം ഇന്ന് വലിയൊരു ചോദ്യം മുന്നിൽ നിർത്തുകയാണ്. സമരം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരെ ആരാണ് ഉപകരണമാക്കുന്നത്? അവരെ വഞ്ചിക്കുന്നത് അവർ കൂടി അംഗങ്ങളായ സംഘടനയല്ലേ? അതിന്റെ നേതാക്കളല്ലേ? പാവം രോഗികൾ എന്ത് പിഴച്ചു? നിങ്ങളെ വിശ്വസിച്ചാണ് നഴ്സുമാരെ ഈ രോഗികൾ സർക്കാർ ആശുപത്രി ആശ്രയിക്കാതെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നത്. അപ്പോൾ നിങ്ങൾ സർക്കാർ നഴ്സുമാരെക്കാൾ തരം താഴ്ന്നവരാകാൻ ശ്രമിക്കുകയാണ്. രോഗികളുടെ ജീവൻ വെച്ച് വിലപേശുന്ന ഒരു സമരം. നഴ്സിംഗ് ജീവനക്കാരുടെ പഠനകാലത്തെ ചെലവിനെ കുറിച്ചോ ജോലിഭാരത്തെ സംബന്ധിച്ചോ അവരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ആർക്കും രണ്ടഭിപ്രായമില്ല. എന്നാൽ ഇപ്പോൾ അവർ നടത്തിവരുന്ന സമരരീതി ആശുപത്രിയിലെത്തുന്ന ആസന്ന നിലയിലുള്ള രോഗികളുടെ ജീവൻ വെച്ചുള്ള വിലപേശലാണെന്ന് പറയാതെ വയ്യ. സർക്കാർ ആശുപത്രികളുടെ പരിമിതികളിൽ നിന്ന് രക്ഷ തേടി ഉള്ളവരും ഇല്ലാത്തവരുമായി വലിയൊരു വിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇന്ന് സ്വകാര്യ ആശുപത്രികളെയാണ്. ജീവൻ രക്ഷിക്കാനായി ആംബുലൻസിൽ ചീറിപ്പാഞ്ഞെത്തുന്ന രോഗികൾക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണിക്കലാണോ ആരോഗ്യ സേവന രംഗത്തെ മാലാഖമാരുടെ സമരം വിജയിപ്പിക്കാനുള്ള മാർഗം? നഴ്സുമാരുടെ സമരത്തിനെ പറ്റി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാത്തത് എന്താണെന്ന് കുറേ പേരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എന്ത് പറയുന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്നു ഇതുവരെയും. ഞാൻ പണ്ട് മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുള്ള ആളായതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിന് വേണ്ടി ഇറങ്ങുക, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പണ്ട് മുതലേ ഹൗസ് സർജൻസ് ആയിരുന്ന സമയത്തും സാലറി കൂട്ടാനും PG ആയിരുന്ന സമയത്ത് സാലറി കൂട്ടാനും ഒക്കെ ഞാൻ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ തന്നെ നമുക്ക് സാലറി കൂട്ടി കിട്ടുള്ളൂ. അതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. പക്ഷേ നമ്മൾ ഇതിന് ശേഷവും ഇതേ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇതേ ഒരു സാഹചര്യത്തിലോ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണെന്നുള്ള ഒരു ബോധം കൂടി നമുക്ക് വേണം. പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാരെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെയും പറ്റി അതുപോലെ തന്നെ ജീവനക്കാരെയും പറ്റിയെല്ലാം പൊതുജനങ്ങൾ പല മോശം വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ സേഫ്റ്റി കൂടി ഇതിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ സമയത്ത് പറയുന്ന പല കാര്യങ്ങളും ആവേശം കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ അതൊരു തെറ്റായ മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റീനെ തന്നെ, നഴ്സുമാരുടെ സേഫ്റ്റിയും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിനും മാത്രമേ മനസ്സിലാവുള്ളൂ ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം ദേഷ്യവും ഒക്കെ പലപ്പോഴും ആദ്യം ഫേസ് ചെയ്യേണ്ടി വരെ നഴ്സുമാരാണ്. അപ്പോൾ ഭാവിയിൽ നമ്മളുടെ നഴ്സിംഗ് പ്രൊഫഷൻ്റെയൊക്കെ ഡിഗ്നിറ്റി അധികം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ഈ സമരങ്ങൾ നടത്താനെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീരെ ഒരു ചീപ്പായിട്ട് ഉള്ള സമര ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, കൂക്കി വിളിക്കുക അങ്ങനത്തെ ഉള്ള സമരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ഡിഗ്നിറ്റി നമ്മൾ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന പോലെയാണ്. ഒരുപാട് കാലം കോടതിയിലും വക്കീൽ ഓഫീസിലും കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഒരു സാധാ പോലീസ് സാക്ഷിയുടെ നിലയിലേക്ക് തരം താഴരുത് രാമനാഥൻ. അങ്ങനെയാവുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ നമ്മളെ പുച്ഛിക്കാനുള്ള ഒരു ഇടപെടൽ വരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പിടയുന്ന നവജാത ശിശുക്കളെ പരിചരിക്കുന്ന നഴ്സുമാരെ ഉടൻ പിൻവലിക്കുമെന്നും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ഭീഷണി മുഴക്കുന്നത് എങ്ങനെയാണ് ഒരു അവകാശ സമരമായി മനസ്സിലാക്കാൻ സാധിക്കുക? ICUകൾ അടച്ചുപൂട്ടി, ഹാർട്ട് അറ്റാക്ക് വന്നവരെ കാത്ത് ലാബ് മുടക്കി തിരിച്ചയച്ച് നിങ്ങൾ ആഘോഷിക്കുന്ന സമരോന്മാദം നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഒരത്യാഹിതം സംഭവിച്ചാൽ പോലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മിഥ്യലഹരിയിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് നഴ്സുമാരാണ് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത്. ഒരു തൊഴിലുണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമായി കാണേണ്ട സമയമാണിത്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും
കൊറോണ കാലത്ത് പോലും തന്റെ ജീവനക്കാർക്ക് ഒരു പൈസ പോലും ശമ്പളം കുടിശ്ശിക വരുത്താതെ കൃത്യമായി നൽകിയ ചരിത്രമാണ് സ്വകാര്യ ആശുപത്രികളുടേത്. സ്ഥാപനം നിലനിന്നാൽ മാത്രമേ നമുക്ക് തൊഴിലുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ തന്നെ ചുവർ ഇല്ലാതാക്കരുത്. ആശുപത്രി വ്യവസായവും മെഡിക്കൽ ടൂറിസവും കേരളത്തിന്റെ പ്രതീക്ഷയാണ്. കേരളത്തിൽ ഇന്ന് ആകെ ഓടുന്ന ചുരുക്കം വ്യവസായങ്ങളിൽ ഒന്നാണ് ആശുപത്രികൾ. ലോകമെമ്പാടുമുള്ള രോഗികൾ ചികിത്സ തേടിയെത്തുന്ന മെഡിക്കൽ ടൂറിസം വികസിപ്പിക്കാൻ വലിയ സാധ്യതയുള്ള മേഖലയാണിത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ ജീവൽ സംബന്ധമായ വ്യവസായത്തെ തകർക്കുന്നത് കേരളത്തെ തന്നെ തകർക്കുന്നതിന് തുല്യമാണ്. പണ്ടത്തെ കാലഹരണപ്പെട്ട ട്രേഡ് കണക്ഷൻ ഗുണ്ടായിസം തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിന്റെ ഭാവി ഇരുട്ടിലാക്കരുത്. കണ്ണൂരിൽ 3 കോർപ്പറേറ്റ് ആശുപത്രികൾ, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ, കിംസ് ശ്രീചന്ദ്. 2 ആശുപത്രികൾ, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ എന്നിവർ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന നഴ്സുമാർക്ക് 20,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം നൽകുന്നത്. മറ്റൊരു ആശുപത്രിയായ കിംസ് ശ്രീചന്ദ് നൽകുന്നത് 15,000 രൂപ മാത്രം. എന്നിട്ടും സാധാരണ ജനത്തെ ചൊടിപ്പിക്കുന്ന ചോദ്യം ഇതാണ്: നഴ്സുമാരുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുന്നത് 20,000 രൂപ നൽകുന്ന ആശുപത്രികൾക്കെതിരെയാണ്. 15,000 രൂപ നൽകുന്ന കിംസ് ആശുപത്രിക്കെതിരെ ഒരു സമരവുമില്ല. ഇത് നഴ്സുമാരുടെ അവകാശത്തിനായുള്ള പോരാട്ടമാണോ? അല്ലെങ്കിൽ ചിലരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്യങ്ങളുള്ള രാഷ്ട്രീയ നീക്കമോ? സമരം മൂലം ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് ചികിത്സ ലഭിക്കാതെ തിരികെ പോകേണ്ടി വരുന്നു. IP രോഗികളെ ഡിസ്ചാർജ് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി. ആരോഗ്യരംഗം എന്നതൊരു സാധാരണ തൊഴിൽ മേഖലയല്ല. ഇവിടെ ഓരോ തീരുമാനത്തിനും പിന്നിൽ രോഗികളുടെ ജീവൻ ഉണ്ടെന്നത് മറക്കരുത്. ന്യായമായ ശമ്പളം നഴ്സുകൾക്ക് ലഭിക്കണം, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ ന്യായം തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളോട് മാത്രം കാണിക്കുമ്പോൾ അത് ന്യായമല്ല, അത് ഇരട്ടത്താപ്പാണ്. കണ്ണൂരിലെ ജനങ്ങൾ ചോദിക്കുന്നു, ന്യായത്തിനായുള്ള സമരമാണോ ഇതെന്ന്? അല്ലെങ്കിൽ ചിലർ തീരുമാനിക്കുന്ന ലക്ഷ്യങ്ങളുള്ള സമരമാണോ? കണ്ണൂർക്കാർ ഒരു കാര്യം പറയാം: എല്ലാ എമർജൻസി സർവീസുകളും OP കൺസൾട്ടേഷനുകളും നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. കിംസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അനുകൂലിക്കുന്ന UNA നേതാക്കളുടെ നടപടി മൂലം സാധാരണക്കാരും രോഗികളും വലിയ ദുരിതത്തിലാണ്. ആസ്റ്റർ മിംസിലും ബേബി ഹോസ്പിറ്റലിലും മറ്റും നൽകുന്ന 20,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം പോലും ഇവിടെ നൽകുന്നില്ല. UNA നേതാക്കൾ കിംസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി കൈകോർത്ത് ആശുപത്രികളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. UNA നേതാവായ ജാസ്മിൻ ഷാ ഒരു കൊടും വഞ്ചകനും ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനുമാണ്. ഇയാൾ നഴ്സുമാരെ വഞ്ചിക്കുകയും കാലങ്ങളായി അവരെ ചൂഷണം ചെയ്യുകയാണ്. കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. വെറും ഒരു കൊള്ളക്കാരനായ ഇയാൾ കിംസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ശക്തമായ ആരോപണം.